കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും എന്തായി, എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കണോ? എനിക്ക് സുഖമായിട്ടോ, സന്തോഷത്തോടെ പോന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ബോട്ടിലാട്ടല്ല, ഇന്നൊരു അടിപൊളി പരിപാടിയാണ്. അത് ഒറ്റ സീഡ് കൊണ്ട് നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിലോളം നിമിഷം കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കണ്ടെയ്നർ, യോഗനെറ്റിൻ്റെ കണ്ടെയ്നർ കേട്ടോ. അപ്പോൾ ഇതിന് പകരം തൈര് വരുന്നതുണ്ട്, തൈര്, അതുപോലെ തന്നെ ഐസ്ക്രീം, അതുപോലെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വരുന്ന ഇതുപോലെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് കിട്ടും. അല്ലെങ്കിൽ ഐസ്ക്രീം ബൗൾ, അതുപോലെ തന്നെ എന്താണ് പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മളെടുത്ത് CD ഒന്ന് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ചെയ്ത് വെച്ചാൽ CD ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചുറ്റി, അതായത് ഒട്ടിച്ച് വെച്ചിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എടുക്കണമെങ്കിൽ CD അങ്ങനെയും എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അതിലാണ് എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒന്ന് നേർ പകുതിയായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ചണച്ചരട് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു 2 വീഡിയോയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചണച്ചരട് ഇത്തിരി പണിയാണ്, കാരണം ഞാൻ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ കുഴച്ച് കൂട്ടിയിടും, എന്നിട്ട് പതിയാണ് ഇങ്ങനെയൊക്കെ എന്താ പറയുക ഒന്ന് ഒതുക്കി വരുന്നത്. ഇത് നേരത്തെ ആ ഇട്ട അന്ന് പോലെ തന്നെ അതുപോലെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ വൂളന്നൂലിലും പ്രശ്നം വരുന്നത്, കൂട്ടിക്കൊഴിച്ചിടും, പിന്നെ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഒരു 3 എടുത്തൊന്നൊന്ന് പിന്നുക കേട്ടോ. പിന്നാനറിയാമല്ലോ, നമ്മൾ പെണ്ണുങ്ങൾ കൂടുതലും മുടിയൊക്കെ പിന്നിടൂലേ, അപ്പോൾ അതുപോലെ അതൊന്ന് പിന്നിയെടുക്കുക. ഇതുപോലെ ഒരു കെട്ടിട്ടിട്ട് പിന്നിയെടുക്കുക കേട്ടോ. ഇത് ചണച്ചരൻ്റെ കട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു, ഒരു ചെറിയ ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നേരെ ഫെവിക്കോൾ എടുത്തിട്ട് ചുറ്റണമെങ്കിൽ അങ്ങനെ ചുറ്റാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ എന്താ പറയുക, എൻ്റെ കുറുമ്പൻകുട്ടൻ വന്നിട്ട് ഫെവിക്കോൾ എടുത്തൊന്ന് ഒട്ടിച്ചിട്ട് പോയത്. അവനറിയാം ഫെവിക്കോൾ എന്തിനാണെന്നുള്ളത്. അപ്പോൾ അത് വന്നിട്ട് ഒന്ന് ചുറ്റി ഒട്ടിച്ചിട്ട് പോയത് ആൾ കേട്ടോ. എന്നിട്ട് എന്നെ സഹായിക്കാനെന്ന് പറഞ്ഞ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് സഹായിക്കും. പിന്നെ എന്നിട്ട് എന്നെ ഒന്ന് വട്ട് പിടിപ്പിക്കുകയും ചെയ്യും കേട്ടോ ആൾ. അപ്പോൾ നമ്മൾ ചുറ്റിയത് ഞാൻ പറഞ്ഞല്ലോ. അത് ചണച്ചരട് വേണമെങ്കിൽ ചണച്ചരട് ചുറ്റാം, ഇല്ലെങ്കിൽ കോട്ടൺ ത്രെഡ് എടുക്കുക, അല്ലെങ്കിൽ വൂളന്നൂല് എടുക്കുക. എല്ലാം ഇത്തിരി കട്ടിയോടെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. തിക്നെസ് കൂടിയ ചരട എടുക്കുന്നെങ്കിൽ അതും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ ആ പ്ലാസ്റ്റിക് അങ്ങ് കട്ട് ചെയ്തു. അത് കുറച്ച് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറുതാക്കണമല്ലോ. അപ്പോൾ ഇതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കാം, അത് മതിയാവും. ഇല്ലെങ്കിൽ ഐസ്ക്രീം ബൗൾസൊക്കെ വരും, അതെടുക്കാം. ഇല്ലെങ്കിൽ കംഫർട്ടിൻ്റെ ക്യാപ്പില്ലേ, അതെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ, ബാസ്ക്കറ്റ് പോലെ ആക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ കൂടുതൽ പ്ലാസ്റ്റിക് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചണച്ചരടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരിപാടി എളുപ്പ പരിപാടിയാണ് കേട്ടോ. ചണച്ചരട് കണ്ടോ ചുറ്റി ഇതുപോലെ ഫെവിക്കോളിൽ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ട്രൈഡ് പിക്സ് അയച്ചു തരേണ്ടത് നമ്മുടെ ഇൻസ്റ്റാ പേജിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ അയച്ചു തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സ് അറിയാൻ പറ്റും, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരു 3 പേരിൽ ഇതൊന്ന് ചുറ്റിയെടുക്കുക, വൂളൻ ത്രെഡ് ചുറ്റുക. എന്നിട്ട് ഒരു കമ്പി എടുത്തിട്ട്, ഈ ഫ്ലവർ മേക്കിംഗ് കമ്പിയാണ് കേട്ടോ ഇത്, എന്നിട്ടൊന്ന് ഈ സെൻറ്ററിലിട്ടൊന്ന് ചുറ്റിയെടുക്കുക. കണ്ടോ, വളരെ ഈസി പരിപാടി കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആ കമ്പി ആ സെൻറ്റർ ഭാഗത്തിട്ട് ഒന്ന് ചുറ്റിയെടുത്തു. എന്നിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് പിടിച്ചതിന് ശേഷം ഈ കത്രിക കൊണ്ടൊന്ന് മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിൽ ഫ്ലവർ നമ്മൾ കുപ്പിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കുപ്പി സുന്ദരിയാക്കാമെന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല വയലറ്റ് ഫ്ലവേഴ്സ്, നല്ല ഭംഗിയാണ് ആ ബോട്ടിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പച്ച ടേപ്പ് വെച്ചിട്ട് നേരെ അങ്ങോട്ട് സ്റ്റെം പോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ സ്റ്റെമ്മ ഈ കമ്പിക്കൊന്നും അധികം വിലയൊന്നും ഇല്ല കേട്ടോ, ഒരു 2 രൂപ ഒക്കെ ഉള്ളൂ. അപ്പോൾ അത് എനിക്കൊന്ന് ഇപ്പോൾ ഫാൻസി ഷോപ്പിലൊക്കെ ഈ ഒരു വൂളൻ ത്രെഡ് കിട്ടുന്നിടത്തും പെയിൻറ്റ് കിട്ടുന്നിടത്തും ഒക്കെ ഈ ഫ്ലവർ മേക്കിംഗ് കമ്പിയും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ടേപ്പും കിട്ടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞൊരു കുപ്പിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ഫ്ലവറാണ്, അത് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ, ഇതുപോലെ ഉണ്ടാക്കി എടുക്കണമെന്നൊന്നുമില്ല. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി, അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ കുറച്ച് ഇല വേണം. ഇലയ്ക്ക് ഞാനിപ്പോൾ എടുക്കുന്നത്
ഈ പച്ച റിബൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഇല ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പകരം ഫോം ഷീറ്റ് എടുക്കണമെങ്കിൽ ഫോം ഷീറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. ഫ്ലവർ വേസിലൊക്കെ ബാക്കി വന്ന ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതി. എന്നിട്ട് ദേ കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ലീഫിൽ. എന്നിട്ട് നമ്മൾ ലൈറ്റർ എടുക്കുക. കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ, ലൈറ്റർ ഉപയോഗിക്കുമ്പോൾ കയ്യിലൊന്നും പൊള്ളിക്കാതെ വേണം ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ആ നൂല് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണേ. എന്നിട്ട് ഗ്ലൂ ഗൺ എടുക്കുക. ഗ്ലൂ ഗൺ ഇല്ലാത്തവർ ഫെബി ബോണ്ട് എടുത്താലും മതി. പിന്നെ അതുപോലത്തെ കുറച്ച് ഗ്ലൂ വരുന്നുണ്ട്, അപ്പോൾ അത് ഏതെങ്കിലും മേടിച്ചിട്ട് ചെയ്താലും മതിയാവും, ഫെബി ക്വിക്ക് പോലത്തെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. വളരെ ഈസിയാണ് ഈ ഒരു പരിപാടി. ഒരു CD-യിൽ ഒരു ചെറിയ പേപ്പർ ഗ്ലാസ്സോ കണ്ടെയ്നറോ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സ്, ഇതുപോലെ കുറച്ച് തത്രപിത്ര പരിപാടികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഭംഗി, പെട്ടെന്ന് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. കണ്ടോ, ഒരു വോൾ ഹാങ്ങിങ് ആയില്ലേ, അല്ലെങ്കിൽ വോളിൽ വെക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പരിപാടി ആയി കിട്ടി. ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ പരിപാടി. എന്നാലും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ആ ബാസ്ക്കറ്റിൽ ഒന്ന് ഈ നമ്മുടെ പൊട്ടിയ മാലകളോ അല്ലെങ്കിൽ മുത്തുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒട്ടിച്ച് എടുക്കുക. അത് കുറച്ച് ഭംഗിയൊക്കെ കൂട്ടാനാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക, നേരെ ബാക്കിലൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഭിത്തിയിലോ അല്ലെങ്കിൽ വോളിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും ഒട്ടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കതവ് ഡോറിൽ ഒട്ടിക്കാം, വിൻഡോയിൽ ഒട്ടിക്കാം, നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറത്തൊട്ടിക്കാം, ഡോറിൽ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. വേണമെങ്കിൽ കിച്ചണിലും വെക്കാം. അടിപൊളി പരിപാടിയാണ്, ഈസി പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി പരിപാടി, ഒറ്റ CD മതി നമുക്ക് അടിപൊളിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈഡ് പിക്സ് ഒക്കെ അയച്ചു തരിക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.